അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നമുക്ക് നോമ്പ് തുടങ്ങാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമുക്ക് നോമ്പ് തുടങ്ങാൻ വേണ്ടി പോവായിരിക്കും. അപ്പോൾ ആറ്റക്കുട്ടി വന്നിട്ടുണ്ട്, ബബുലുട്ടി വന്നിട്ടുണ്ട്. ആറ്റയുടെ സൈക്കിൾ ഓടിക്കണം. അപ്പോൾ ബബുൽക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ടൈം അതോടെ വെക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ തൊട്ട് നോമ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെ നോമ്പിനോളുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എത്ര നോമ്പെടുത്ത്? കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിന്നൊരു നോമ്പെടുത്തല്ലേ? എത്ര നോമ്പെടുക്കണ്ട? പക്ഷെ അതൊന്ന് നോറ്റ് നോക്കണം അല്ലേ? പക്ഷെ എത്താണ് സ്കൂൾക്കൊക്കെ പോകേണ്ടത്? നോമ്പ് പറ്റിട്ട് വെയ്ക്കുവോ? നോക്കുവോ? വെള്ളക്കേറ്റ് പോവാ. വെയ്ക്കില്ല തോന്നിയപ്പം മുറിക്കല്ലേ? ഫുഡൊക്കെ ആയിട്ട് പോയിട്ട് അല്ലേ? അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റന്നാൾ തൊട്ട് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ടിട്ടോ ഇൻഷാ അല്ലാഹ് നോമ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും. നനച്ചുള്ളിയുടെ കാര്യങ്ങളും ഒക്കെ പാടിയായിട്ട് വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കും. ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളെ റിയയുടെ സ്റ്റോറി ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ 11ാമത്തെ എപ്പിസോഡ് ഇട്ട സമയത്ത് 11 എപ്പിസോഡ് വരെ കണ്ടിട്ടുള്ള ഖത്തറിൽ പോയി ഞങ്ങൾ കുറേ ദിവസം ഒലിഞ്ഞ് ലീവൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ജയ്ബൂസ് ആൻഡ് കിഡീസിക്ക് കുറേ ചലഞ്ചിങ് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് നമ്മളുടെ എന്താ പറയുക റിയയുടെ 11 എപ്പിസോഡ് വരെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വായോ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ റിയയുടെ 11 എപ്പിസോഡ് വരെ കണ്ടിട്ട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ 11 എപ്പിസോഡ് വരെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. അതായത് നമ്മൾ നോമ്പിന് സ്റ്റോറി തുടങ്ങണോ അതോ നോമ്പായതിന് ശേഷം നമ്മൾ സ്റ്റോറി നിർത്തി വെച്ച് നോമ്പ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ മതിയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാരണം കുറേ പേര് കമൻ്റായിട്ട് നമ്മളോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി നോമ്പ് കഴിഞ്ഞതിന് ശേഷം മതി സ്റ്റോറി, നമുക്ക് നോമ്പിന് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കും അതുതന്നെയാണ് ആഗ്രഹം. കാരണം നമുക്ക് നോമ്പിന് വീഡിയോ ഇടാതെ നമുക്ക് നമ്മളുടെ ഇബാദത്ത് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ തിരക്കിലും ഒരുപാട് ആൾക്കാർ അതുമായിട്ട് നിൽക്കുന്ന സമയം തന്നെ ആയിരിക്കും. നമുക്ക് ഈ ഒരു മാസം തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാലും ബാക്കിയുള്ള മാസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബ് കാണുന്നവരാണെന്നുണ്ടെങ്കിലും കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു റമദാൻ മാസം നമ്മൾ കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ എന്താണ് പുള്ളി ഇതിലാണെന്നല്ലേ, അപ്പോൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മളിനി എപ്പിസോഡ് ഇടണുള്ളൂ എന്നുള്ള ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മളിപ്പോൾ വീഡിയോസ് ഇടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. 11 എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 12ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ നോമ്പിന് ഇടണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ 11 എപ്പിസോഡ് കണ്ട നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടാവും കേട്ടോ. അല്ലാച്ചാൽ നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി തുടങ്ങണതായിരിക്കും. പക്ഷേ എനിക്ക് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ അറിയാം. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി പോലെ തന്നെയാണ്. നമുക്കുള്ള ഒരു ജോലി തന്നെയാണ്. അതായത് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും ഇതൊരു ജോലിയായിട്ട് തന്നെ കാണുന്നത്. പക്ഷേ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ പോലെ ആക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് മനസ്സിലാവും. കാരണം ഒരുപാട് എഫേർട്ട് ഉണ്ട് നമ്മളൊരു ചാനൽ ഇടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ചാനലിൽ റൈറ്റിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് ചെയ്ത് തീർക്കേണ്ട ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആരോസ് നമുക്ക് ഗ്രീൻ മാർക്കിൽ മുകളിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസിൻ്റെ എന്താ പറയുക ഇടുന്ന ആ ഒരു ടൈം ലിമിറ്റ് മാറ്റാത്ത രീതിയിൽ വീഡിയോസ് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് കൊടുക്കണം. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അതിന് ആൾക്കാർ കണ്ടാലോ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇട്ടുകൊണ്ടിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് പറ്റ താഴേക്ക് പോരും. പിന്നെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് ഈ ഒരു ചാനൽ ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിച്ചതിന് ഒരു എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാണ്ടായി മാറും. നമ്മളെ വീഡിയോസ് യൂട്യൂബ് സെർച്ചിങ്ങിൽ
കൊണ്ടുവരാതാവും. പിന്നീട് നോമ്പ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നമ്മളുടെ വീഡിയോസ് കാണണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ യൂട്യൂബ് നിങ്ങൾക്കത് സജഷൻ ലിസ്റ്റിൽ കൊണ്ടുവരില്ല. നമ്മളുടെ യൂട്യൂബ് നമ്മളെ പേജിൽ ഇട്ടതുകൊണ്ട് മാത്രമായില്ല, ബാക്കിയുള്ളവരുടെ പേജിലേക്ക് അത് എത്തണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണം. യൂട്യൂബ് അത് ഹോം പേജിൽ കൊണ്ടുവരാനും യൂട്യൂബ് അത് സെർച്ചിങ്ങിൽ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അറിയണവർക്ക് അതിന് യൂട്യൂബിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇടക്കും തലക്കും ഇനി വല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാനത് എടുത്തു വെച്ച വീഡിയോസാണ്, എടുത്തു വെച്ച് മുൻകൂട്ടി നമ്മൾ റംസാൻ മാസത്തിൽ എടുക്കുന്ന വീഡിയോസ് എല്ലാവർക്കും ഞാൻ ഇനി എപ്പോഴെങ്കിലും ഇട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റംസാൻ മാസത്തിൽ എടുത്ത വീഡിയോസ് ആവില്ല കേട്ടോ. കാരണം റംസാൻ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളായിട്ട് നമ്മൾ ഫുള്ള് ആ ഒരു ബിസി ടൈമുള്ള സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഞാൻ എടുത്തു വെച്ച 11 മുതൽ ഒരു 20 വരെയുള്ള എപ്പിസോഡുകൾ ഞാൻ ഒരുപാട് എടുത്തു വെച്ച എപ്പിസോഡുകളുണ്ട്. അപ്പോൾ ആ എടുത്തു വെച്ച എപ്പിസോഡിൽ ഇടക്കും തിലക്കായിട്ട് ചിലപ്പോൾ ഞാൻ വല്ലതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക ഇൻക്രീസ് മാർക്ക് ഡിഗ്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ യൂട്യൂബ് നമുക്ക് തന്ന ഈ ഒരു മാർക്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ ആ വീഡിയോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ട് പോകുന്നത് കിട്ടുക. അപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും കുറേ പേര് ഈ സമയത്ത് ഈ മാസത്തിൽ കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഫ്രീ ടൈമിലുണ്ടെങ്കിൽ കാണുന്നവരുണ്ടാണെന്ന് വെച്ചാൽ കാണാം, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരെയും നിർബന്ധിച്ച് നമ്മൾ കാണാനോ കാണിക്കാതിരിക്കാനോ ഒന്നും നമ്മൾ ആളല്ല. പക്ഷേ നമ്മളിതിൽ യൂട്യൂബിൽ വീഡിയോസ് എപ്പോഴെങ്കിലും ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചാനലിൻ്റെ ഈ ഒരു റാങ്കിങ് ലിസ്റ്റിൽ നിന്ന് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയെന്ന് മാത്രം. കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജോലി തുടരുമ്പോൾ അതിൽ സെർച്ചിങ്ങിൽ വരാതിരിക്കാൻ നമ്മൾ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മെയിൻ കാരണമാവും. അത് യൂട്യൂബ് നമുക്ക് തരുന്ന കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾസിന് അത് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാനൊരു ജോലിയായി ഏറ്റെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് വീഡിയോ ഇടക്കും തലക്ക് ഇട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തായാലും ഇതുവരെ എടുത്തു വെച്ച വീഡിയോസ് ഞാൻ ഇടക്കും തലക്കായിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 20 എപ്പിസോഡോളം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടക്കും തലക്കായിട്ട് ഞാനിങ്ങനെ ഇടാൻ വിചാരിക്കുന്നു. പുതുതായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു മാസം നിർത്തി വെക്കുകയാണ്. അതിൻ്റെ റംസാൻ മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇനി പുതിയ റിയയുടെ 20 ശേഷമുള്ള എപ്പിസോഡുകൾ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ 20 വരെയുള്ള എപ്പിസോഡുകൾ ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ 2, 4, 3 ദിവസങ്ങളിൽ അങ്ങനെ ഇടാതെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ചാനലിൻ്റെ ആ റേറ്റിംഗ് പോവാത്ത രീതിയിൽ, അതായത് താഴേക്ക് വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഇട്ടുകൊണ്ട് പോവുകയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓപ്പണായിട്ട് മെയിനായിട്ട് പറയാൻ കാരണം ചിലപ്പം കൂടുതൽ എപ്പിസോഡുകൾ കാത്തിരിക്കുന്നവരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇടലിയും റംസാൻ മാസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ 2 പേർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് കേട്ടോ. അപ്പോൾ കൂടാതെ അപ്പോൾ ഇന്ന് എനിക്ക് ഇന്നും ഒരു ആഡ് കാണിക്കാനുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. സബാമെഡിൻ്റെ ഈ ഒരു ഇത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഓയിലി സ്കിന്നുകാർക്ക് വല്ലാതെ ചേരാത്തൊരു സംഭവമായിട്ടൊക്കെ തോന്നിയിട്ട്. കാരണം ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്കത് ഒരു തീരെ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്തിട്ട് നന്നതായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നറാണെന്ന് വെച്ചാൽ സബാമെഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറയണം. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലിക്വിഡിനെ കുറിച്ച്, അതായത് ഈ ഒരു സിറത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ ഒരു ക്രീം ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫേസ് കാനഡയുടെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത്, സ്ട്രോപ്പ് ക്രീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓവറായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇതിപ്പോൾ ഞാനും കണ്ടില്ല, ഒന്നും ഉപയോഗിക്കലില്ല. സൺസ്ക്രീനും അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫേസ് കാനഡയുടെ ഈ സ്ട്രോപ്പ് ക്രീം ഇപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്കൊരു മോയ്സ്ചറൈസർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല, അതും മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ജീൻസിൻ്റെ ബ്ലാക്ക് സ്കേർട്ട് ഉണ്ടാ, ഇതിൻ്റെ ലിങ്കും ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇനി പെരുന്നാൾക്കൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓഫറിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ആമസോണിൽ മെഗാ ഓഫർ നടക്കുന്നതുകൊണ്ട് നല്ല കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഈ ഒരു ടോപ്പും കൂടി നമ്മളെ റിയയുടെ ഒരു എപ്പിസോഡിൽ കുഞ്ഞോളിട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണിത്. ഇത് നല്ല കോട്ടൻ്റെ ക്ലോത്താണ്. ഇതിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, അതിലും ഇവിടെയൊക്കെ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഒരു പീച്ച് കളറാണ് വരുന്നത് കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് ആ കളർ അറിയുന്നതെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് ഒരു പീച്ച് കളറാണ്. അതിലൊരു വൈറ്റ് വർക്ക് കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയാണ് കേട്ടോ. ഒരു മുട്ട് തൊട്ടുങ്ങാണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലെങ്ത്താണ് വരുന്നത്. ഓപ്പണാണ് കേട്ടോ, സൈഡൊക്കെ ഓപ്പണാണ് വരുന്നത്.
പിന്നെ കൈയൊക്കെ അത്യാവശ്യമുണ്ട്. ഫുൾ സ്ലീവ് ഇല്ല, എന്നാൽ പിന്നെ ഒരു മുക്കാൽ സ്ലീവിൻ്റെ മുകൾക്കായിട്ട് ഉണ്ടേനു കേട്ടോ. അപ്പോൾ നമുക്ക് ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്ലോത്താണ് ഇത് വരുന്നത് കേട്ടോ. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പും കൂടിയാണ്. ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ ഇന്ന് കാണിച്ചുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ താഴേക്ക് പോവാത്ത രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇറക്കും തിരക്കായിട്ട് നമ്മൾ ഇനി ഇതിൽ വീഡിയോസ് ഇതിൽ ഈ ഇടക്കും തിരക്കായിരിക്കും വീഡിയോസ് ഇടുന്നുണ്ടാവുക. പുതുതായിട്ട് ഷൂട്ട് ചെയ്തിട്ട് എപ്പോഴുള്ള എപ്പിസോഡുകൾ നമ്മൾ ഇനി നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ ഒരു 20 എപ്പിസോഡോളം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എപ്പിസോഡുകളുണ്ട്. അത് കുറച്ച് ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇടുന്ന ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി കൂടെ ഞാനത് അറിയിക്കണമായിരിക്കും. അപ്പോൾ കാണാൻ പറ്റുന്നവരാണ് വെച്ചാൽ കാണാൻ അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ചാനലിൽ റേറ്റിംഗ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ ഇടക്കും തിരക്കായിട്ട് വീഡിയോസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പുതുതായി ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ നോമ്പ് പെരുന്നാളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വിവരങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ്, തുടർച്ചയായിട്ട് വീഡിയോസ് നമ്മളിനി നോമ്പ് കഴിഞ്ഞിട്ട് തന്നെ മതിയോ അതോ അതിൻ്റെ ഈ നോമ്പിൽ വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. മാസല്ലാം.